ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീഹാരം ദ ടെയിൽസ് ഓഫ് പ്ലാന്റ്സ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോയായത്. കാര്യം അടീനിയം ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ അടീനിയത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം അതെങ്ങനെയുണ്ടെന്നുള്ള ഒരു റിവ്യൂ നിങ്ങളോട് പറയുകയാണ്. ഇതുപോലെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും, അവർക്കൊരു ഹെൽപ്പ് ആകുമല്ലോ. നല്ല സൈറ്റാണോ ഇത്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണോ കിട്ടുന്നത്, എൻ്റെ അനുഭവം എങ്ങനെയാണ്, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണോ കിട്ടിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ സന്തോഷമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായിട്ട് അടീനിയം പുതിയത് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണേ. അപ്പോൾ അടീനിയം തൈകൾക്ക് അത്യാവശ്യം നല്ല റേറ്റും ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു 6 തൈയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതാണേ. അപ്പം പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പോട്ടി മിക്സിൻ്റെ നനവൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു ജസ്റ്റ് കാർഡ്ബോർഡ് ഒരുമാതിരി ഇച്ചിരി ചള്ളിയിട്ടുണ്ട്. എന്താ അത് പിന്നെ പറയുക, ഇച്ചിരി ചുളുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ബാക്കി കുഴപ്പമൊന്നുമില്ല, പാക്കിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആ കാർഡ്ബോർഡ് തുറന്നു കഴിഞ്ഞപ്പോൾ പേപ്പറിൻ്റെ അകത്ത്, ന്യൂസ് പേപ്പറിൻ്റെ അകത്തിൽ പൊതിഞ്ഞിട്ടാണ് ഓരോ തൈയും വെച്ചിട്ടുള്ളത്. ഞാൻ 6 എണ്ണം ആട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ അതിന് മുന്നേ പറയാൻ മറന്നുപോയി, പ്ലാൻഗൂൺ എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നുമാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. വാട്സപ്പ് വഴിയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കിത് ഡെലിവേർഡ് ആയിട്ടുണ്ട്. പ്ലാൻഗൂണിൽ 5 കോംബോ സെയിൽ നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ വാട്സപ്പിൽ കൂടെ ഓർഡർ ചെയ്തത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പ്ലാന്റ് എക്സ്ട്രാ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. മിക്ക പ്ലാന്റ്സിനും 250 രൂപയാണ് റേറ്റ്. ഞാൻ ഒരെണ്ണം 300 രൂപയുടെയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അല്ല 6 എണ്ണവും നല്ല ഹെൽത്തി ആയിരിക്കുമോ അങ്ങനെയെന്നൊക്കെയുള്ളൊരു ആകാംക്ഷയോട് കൂടിയാണ് ഞാനത് എല്ലാം എടുത്ത് വെളിയിലോട്ട് വെക്കുന്നത്. നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പേടി ഉണ്ടാകത്തില്ല, എങ്ങനെയാണ് നല്ലതാണോ. അടുത്തുള്ള നഴ്സറിയിൽ നിന്നൊക്കെ പോയി ചെടി വാങ്ങിക്കുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം വരുമല്ലോ, ഇതൊക്കെ ഹെൽത്തി പ്ലാന്റ്സ് ആണോ എങ്ങനെയുണ്ടെന്ന്. അതാ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകമാവട്ടെ എന്നും കരുതിയിട്ടിട്ടത് കേട്ടോ. നമ്മൾ ഈ പ്ലാന്റ്സ് നോക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ളത് ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് കേട്ടോ. ഞാൻ പ്ലാന്റ്സ് കാണിച്ചു തരാവേ. 6 എണ്ണമാണ് അതെല്ലാം എടുത്ത് മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ അവർ നമുക്കൊരു വളവും കൂടി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല, അല്ലാതെ അവർ കുറച്ച് വളം വെച്ചിട്ടുള്ളതാണേ. ഇത് കാണിച്ചു തരാം. ഇതാണ്ട് ഈ കിടക്കുന്നതാണ് ആ വളം. പ്ലാൻഗൂണിൽ നിന്ന് ഞാൻ നേരത്തെയും പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു. നല്ലതുപോലെ അത് നിൽപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാവേ. പ്ലാന്റ്സ് എല്ലാം ഓരോന്നും ഓരോ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം നോക്കണേ. അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അടീനിയം എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് തന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല റൂട്ട് സിസ്റ്റം ആയിരിക്കണം. പിന്നെ കോഡെക്സ്, അതുപോലെ തന്നെ ഡിസീസുകളൊന്നും ഇല്ലാത്ത പ്ലാന്റ്സും ആയിരിക്കണം. ഈ ഇലയിൽ എന്തെങ്കിലും പ്രാണികൾ കടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ് ഉണ്ടോ. അതുപോലെ തന്നെ കോഡെക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് എല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു സിംഗിൾ പെറ്റൽ, ബാക്കിയെല്ലാം മൾട്ടി പെറ്റലാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് കണ്ടോ, അത് അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ് കേട്ടോ. കോഡക്സിനൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിന് 250 രൂപയാണേ എനിക്ക് തോന്നുന്നത്. 54 നമ്പർ ഇട്ടുണ്ട്. എൻ്റെ ആ ഫ്ലവറിൻ്റെ പടം ഞാനിവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാവേ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കണ്ട ഇലകളിലൊന്നും വലിയ കുഴപ്പങ്ങളില്ല. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കേട്ടോ. പിന്നെ പാക്ക് ചെയ്ത് ഇത്രയും ദിവസം ഇരുന്നല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റൂട്ട് സിസ്റ്റം ആണെങ്കിലും നല്ലതാണ്. കോഡക്സ് വലിയ കുഴപ്പമില്ല. സ്റ്റെമ്മുമല്ല. നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കി വാങ്ങിക്കണേ. നേരത്തെ ഓർഡർ ചെയ്ത കുറേ പ്ലാന്റ്സും ഇതേ വലുപ്പത്തിൽ തന്നെയാണ് കിട്ടിയത്. അന്ന് ഞാൻ 5 പ്ലാന്റ്സാണ് വാങ്ങിയത്. അതിൻ്റെ അപ്ഡേഷനും ഞാൻ കാണിക്കാം കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് ചേർത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഇപ്പോൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഫ്ലവേഴ്സൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഇത് വേറെ പ്ലാന്റ്സാണ് ഓർഡർ ചെയ്തത്. നല്ല പൂക്കളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ
ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ. നിങ്ങൾക്കും വേണമെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റ്സാണ് കിട്ടുന്നത്. പിന്നെ വിലയെന്ന് പറയുന്നത് 250 രൂപയാണ്. നിങ്ങൾക്ക് അതെല്ലാം കൂടി നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ. പ്ലാന്റ്സ് വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റ്സാണ് കിട്ടുന്നത്. ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് കിട്ടുന്നത്. തൈകളാട്ടോ കിട്ടുന്നത് ഈ വലുപ്പത്തിലുള്ള. അതിൽ വലിയ കോഡക്സ് അതിനൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. ഇതാ അവർ സെയിൽ ചെയ്ത് ഞാൻ വാങ്ങിയത്. ഞാനിപ്പോൾ കാണിച്ച പ്ലാന്റ്സിന് 300 രൂപയായിരുന്നേ. ഞാനിങ്ങനെ ഓരോ പ്ലാന്റ്സും നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ എൻ്റെ ഫ്ലവേഴ്സിൻ്റെ പടവും ഞാനിവിടെ കൊടുത്തേക്കാവേ. ഇതിന് പൂവുള്ളൊരു ചെടിയാണ്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പൂവോട് കൂടി വന്നേക്കുന്ന ഈ 6 പ്ലാന്റ്സിൽ ഒന്നിന് മാത്രമേ ഉള്ളൂ പൂവോട് കൂടിയുള്ളതേ. അതിതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പൂക്കൾ കണ്ടോ. ഞാനാണ് നേരത്തെ വാങ്ങിയ പ്ലാന്റ്സിൻ്റെ എല്ലാം അപ്ഡേഷൻ ഈ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാവേ. ഇപ്പം എങ്ങനെ നിൽക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ടോയെന്നും അതിൽ അതുപോലെ പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നുണ്ടോയെന്നും ഒക്കെ ഉള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഈ പ്ലാന്റ് കണ്ടോ, ഇതിന് മാത്രമേ ഉള്ളൂ പൂവുള്ളത്. 2 ഇലയ്ക്ക് ചെറുതായിട്ടൊരു കളറ് മാറ്റമുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ് തന്നെ. തവണ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എനിക്ക് കൂടുതലും വെള്ള കളറിലെ പ്ലാന്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ കളറിൽ അഡീനിയം പ്ലാന്റ്സ് ഇല്ല. അപ്പോൾ ഈ തവണ ഞാൻ 2 വെറൈറ്റി വെള്ളയുടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് മൾട്ടി പെറ്റലിന് വാങ്ങിച്ചു, ഒരു സിംഗിൾ പെറ്റലും അല്ലാതെ വാങ്ങിയിട്ടുണ്ട്. ഈ പ്ലാന്റ് കണ്ടോ, നല്ല രസമുള്ള പൂവാണേ. ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടോ, നമുക്ക് റൂട്ട് റേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റൂട്ട് കണ്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല. ഞാനാണെങ്കിൽ കോഡക്സ് ഒക്കെ നല്ലപോലെ നോക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഇത് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല പ്ലാന്റാണ്. ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവേ. നല്ല പ്ലാന്റ്സാണ് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിച്ച പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാവേ. ഇതുപോലെ ഞാൻ 5 പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തത്. 5 പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നിൽപ്പുണ്ട്. പിന്നെ പൂക്കളും ഉണ്ടാകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം
ചീഞ്ഞ് പോവുക. അതുപോലെ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ റീപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ ഓവർ വാട്ടറിങ് അതൊന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളമൊക്കെ കൊടുത്തു നോക്കാവുള്ളൂ. നമ്മുടെ മണ്ണിന് വെള്ളമില്ലെന്നൊക്കെ കണ്ടാൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലൊരു പരിചരണം ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കണേ. പ്ലാന്റ്സ് ഒന്നും നല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല പോലെ ഫ്ലവറും പിടിച്ച് നിൽപ്പുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഈ തവണയും ഞാൻ പ്ലാന്റ് ഓർഡർ ചെയ്തത്. ഞാനങ്ങനെ ഓൺലൈനിൽ നിന്ന് കൂടുതലും നേഴ്സറി പോയാണ് പ്ലാന്റ്സ് വാങ്ങിക്കാറുള്ളത്. ഇതെന്തായാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു സൈറ്റാണ്, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് തന്നത്. അത് ഞാൻ പറഞ്ഞ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞു. ചിലർ പേടിച്ചിരിക്കുമല്ലോ. നമുക്ക് അതെ, നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അതും ഈ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അഡീനിയം തൈകൾക്കുമൊക്കെ. 250, 300 ചെറിയ തൈകൾക്കാണ് ഈ വില. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ളവരുടെ കാര്യമാണ്. അത് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമല്ലോ. ഇത് അത്യാവശ്യം നല്ല തൈകളാണ് കേട്ടോ കിട്ടുന്നത്. ഈ ഫ്ലവർ എല്ലാം ഞാൻ അവിടുന്ന് വാങ്ങിയതാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട് പ്ലാന്റ്സ് എല്ലാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ തെറ്റുകളാണ് പറയുന്നതെങ്കിലും അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. കമൻറ്റിൽ കൂടെ പറഞ്ഞു തന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടീനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ കമൻറ്റുകളൊക്കെ ഇടണം. ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.